ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മിഷൻ 2026 മുന്നോട്ട് പോവുകയാണ് ബി.ജെ.പി. തീർച്ചയായിട്ടും അതിലേക്ക് ഇത് വലിയൊരു ചുവടുവയ്പ് തന്നെയല്ലേ? തീർച്ചയായിട്ടും മിഷൻ 2026 ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിൽ 4 നിയോജക മണ്ഡലമാണ് വരുന്നത്. ഈ 4 നിയോജക മണ്ഡലത്തിലും തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വെറും ഒരു സെമി ഫൈനൽ മാത്രമാണ്. നമ്മൾ ഫൈനൽസിലേക്ക് കടക്കാൻ പോകുന്നതിൽ ഈ ഫൈനൽസിൽ നമ്മൾ എന്തായാലും കപ്പടിക്കും, യാതൊരു സംശയമില്ല. ഈ ആത്മവിശ്വാസം തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. ബി.ജെ.പി. ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് പലയിടത്തും ഇത്തരത്തിൽ ആദ്യമായി കടന്നു ചെല്ലുന്നു, പിന്നീട് അവിടെ തുടർ വിജയങ്ങൾ നേടുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുമെന്നുള്ള ഈ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് തയ്യാറെടുപ്പ്, എന്തൊക്കെയാണ് കരുത്ത്? തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിന് റിസൾട്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം നമ്മളിലുള്ളത്. കാരണം ജനങ്ങൾ ഒരുപാട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അവർക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ വോട്ടിലൂടെ അവർ തെളിയിച്ചു. തീർച്ചയായിട്ടും നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അവർ ആഗ്രഹിക്കുന്നത് വികസനമാണ്. നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് വികസന അനന്തപുരി ലക്ഷ്യമാക്കി തന്നെയാണ് നമ്മൾ വരാൻ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ അടിപൊളി മാറ്റങ്ങൾ കൊണ്ടുവരാൻ എല്ലാ പേരിലും ഒരേ തരത്തിലുള്ള വികസനം എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തീർച്ചയായും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ വിശ്വാസം. കാരണം BJPക്ക് വോട്ട് വർദ്ധിക്കും. മാത്രമല്ല ഈ വരുന്ന തിരുവനന്തപുരത്തെ 4 നിയോജക മണ്ഡലങ്ങൾ നമ്മളുടെ ഭരണത്തിൽ വരും. നമ്മൾ തന്നെയായിരിക്കും, നമ്മുടെ MLA തന്നെയായിരിക്കും വരിക എന്നുള്ളതിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വോട്ട്, നിങ്ങൾ വരണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മറ്റൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളതാണ്. റിസൾട്ടിന് ശേഷം 45 ദിവസം അതിനകത്ത് പ്രധാനമന്ത്രി വരുന്നു, തിരുവനന്തപുരത്തിന്റെ വികസന രേഖ വായിക്കുന്നു. തീർച്ചയായിട്ടും അത് ചില്ലറ കാര്യമായിരിക്കില്ല. ഒരു പ്രധാനമന്ത്രി ഒന്ന് വായിക്കാൻ തക്ക ഒരു വികസന രേഖയാണെങ്കിൽ അതിനനുസരിച്ച് തയ്യാറാക്കും. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതൊരു സർപ്രൈസ് ആയിട്ട് നിൽക്കുന്നതല്ലേ നല്ലത്. എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. മാറ്റം ഉറപ്പാണ്. തീർച്ചയായും, ഉറപ്പായിട്ടും. മാറാത്തതും മാറും. തീർച്ചയായിട്ടും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ പേരിൽ നിന്നും സജഷൻസ് എടുക്കുന്നുണ്ട്. എല്ലാ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് സജഷൻസ് എടുക്കുന്നുണ്ട്. എല്ലാ വാർഡ് വൈസും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, എല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന നിരവധി പ്രോജക്റ്റുകളുമായിട്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഹൈ സ്പീഡിലായിട്ടുണ്ടോ ബി.ജെ.പി. കേരളത്തിലെ ബി.ജെ.പിയുടെ യാത്ര? അല്ല, ഇപ്പോൾ ജനങ്ങൾക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമ്മൾ തിരുവനന്തപുരം നഗരസഭ പിടിച്ചപ്പോൾ തന്നെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കാരണം പലരും പറഞ്ഞു തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുമെന്ന് പറഞ്ഞു. പല ആളുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ, നമ്മളെ കഴിഞ്ഞ ടേമിലെ കൗൺസിലർമാരും ഒക്കെ തന്നെ, ചെയർപേഴ്സൺമാരും ആയാലും അധ്യക്ഷ പദവിയിലിരിക്കുന്നവർ പോലും കളിയാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ട് നമ്മൾ മാറി എന്ന രീതിയിലാണ്. ഇപ്പോൾ അവർ എന്തുകൊണ്ട് തോൽവി എന്ന രീതിയിൽ പഠനം നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല ജനങ്ങൾ എന്തുകൊണ്ട് മാറി എന്ന രീതിയിൽ. കാരണം കഴിഞ്ഞ 45 വർഷമായിട്ട് ഇവിടെ തുടർഭരണമാണ്. ഇപ്പോഴും നമ്മുടെ നഗരസഭയിലെത്തും പലർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവർ. ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഞാൻ ചോദിച്ചോട്ടെ, കാരണം നമ്മളൊക്കെ ഇവിടെ തൊട്ടടുത്ത് പേട്ടയുടെ തൊട്ടടുത്ത് കണ്ണമൂല എന്ന സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ മൂക്ക് പൊത്താതെ നടക്കാൻ സാധിക്കില്ല. വളരെ ശക്തമായ ദുർഗന്ധം ഇങ്ങനെ വമിക്കുന്ന സ്ഥലമുണ്ട്. ഓട്ടോറിക്ഷയിൽ വാഹനങ്ങളിൽ പോകുമ്പോൾ പോലും വലിയ വിഷയമാണ്. അപ്പോൾ അവിടെ ജീവിക്കുന്നവരുടെ കാര്യം ചിന്തിക്കാൻ സാധിക്കില്ല. ശക്തമായ നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകും. തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ നമ്മൾ ഇടപെടുന്ന തെരുവുനായ്ക്കളുടെ വിഷയവും മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരിക്കും. അതിന് തന്നെ ഫസ്റ്റ് നടപടി എന്തായാലും ഉണ്ടാകും.